സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. 44 ഡിസ്റ്റിലറി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാവാം, കേരളത്തിൽ ഒന്നുപോലും അനുവദിക്കില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇത്രയും എത്തനോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ വ്യാവസായിക സാധ്യത, അത്രയും തൊഴിലവസരം, അത്രയും നിക്ഷേപം, അപ്പോൾ അതിനെ ഒരു വ്യവസായം എന്ന നിലയിൽ കൂടിയാണ് സർക്കാർ കാണുന്നത്. ഒരു നയം ഒരിക്കൽ അംഗീകരിച്ചാൽ ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകില്ലേ ചെയ്യുക സർക്കാർ. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് കൂടുതൽ വില കിട്ടാൻ സഹായിക്കും. പുതിയ തൊഴിലവസരങ്ങളുണ്ടാവും. 3 കേരളത്തിന് വരുമാനമുണ്ടാവും. മാലിന്യമുക്ത കേരളം, അതിൻ്റെ പുരോഗതി എവിടെ എത്തി? അത് നല്ല നിലയിൽ പുരോഗമിക്കുന്നു. ഇത് എന്നാണ് ഇത് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചത്? മാർച്ച് 30. പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് എക്സൈസ് മന്ത്രിക്ക് എന്ത് കിട്ടിയെന്ന്. ഇങ്ങനെയുള്ള ഏത് കാര്യവും എന്തെങ്കിലും കിട്ടിയാലേ നടത്തൂ എന്ന് ശീലിച്ചിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു ജന്മനായുള്ള ശീലം കൊണ്ട് ചോദിക്കുന്നതാണ്. ഇവരെല്ലാവരും കൂടി തലകുത്തി നിന്നാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. സംസ്ഥാന എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ എം ബി രാജേഷ്. നമസ്കാരം. അന്നേരം ബ്രുവറിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും. കാരണം കേരളത്തിൻ്റെ താല്പര്യം മുൻനിർത്തിയിട്ടുള്ളതാണ് എത്തനോൾ നിർമ്മാണ പ്ലാന്റ്. ഞാനൊരു തിരുത്തു വരുത്തുന്നു, ബ്രൂവറി അല്ല. ഇത് അടിസ്ഥാനപരമായും എത്തനോൾ സ്പിരിറ്റ്, അതായത് ENA നിർമ്മാണശാലയാണ്. അതെ, എത്തനോളും ENAയും നിർമ്മിക്കാനുള്ള പ്ലാന്റിനാണ് അനുമതി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ 3ാം ഘട്ടം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും 4ാം ഘട്ടം ബ്രൂവറിയുമാണ്. അപ്പോൾ ഊന്നൽ ഈ 2 കാര്യത്തിനാണ്. കാരണം അതിന് പ്രത്യേക നിർമ്മാണത്തിനാണ്. അതെ, 2 തരം സ്പിരിറ്റ് ഉണ്ട്. ഈ ചർച്ചകളാകെ നടക്കുമ്പോൾ ആളുകൾക്ക് ഈ വ്യത്യാസമൊന്നും അറിയുന്നില്ല. ഒന്ന് ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ്, അതാണ് എത്തനോൾ എന്ന് പറയുന്നത്. അത് രണ്ടാമത്തേതാണ് ഹ്യൂമൻ കൺസംഷനുള്ള സ്പിരിറ്റ്, അതാണ് ENA, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ കേരളത്തിൽ 9.26 കോടി ലിറ്ററാണ് കഴിഞ്ഞ വർഷം ഇറക്കുമതി ചെയ്തത്. ഈ മദ്യമുണ്ടാക്കാനുള്ള സ്പിരിറ്റ് ENA ഇറക്കുമതി ചെയ്തത്. അതേസമയം എത്തനോൾ 30 കോടി ലിറ്ററാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരു തുള്ളി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കാരണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പെട്രോളിൽ എത്തനോൾ ചേർക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു പോളിസിയായി അംഗീകരിച്ചിട്ടുണ്ട്. 5% ഇപ്പോൾ ബ്ലെൻഡിങ്. അത് 2030 ആകുമ്പോഴേക്കും വർദ്ധിപ്പിച്ച് 20% എത്തണം എന്നാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ 30 കോടി ലിറ്റർ എന്ന് പറയുന്നത് ഇത് എത്തനോൾ മാത്രം 75 കോടി ലിറ്ററായിട്ട് വർദ്ധിക്കും 2030 ആകുമ്പോഴേക്കും. എന്ന് പറഞ്ഞാൽ 4 കൊല്ലം, അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ ഈ ഘട്ടം ഘട്ടമായിട്ട് ഈ രീതിയിലേക്ക് എത്താൻ ഈ കമ്പനിക്ക് അനുമതിയുണ്ട്. അതാ പറഞ്ഞത്, ഈ കമ്പനി അത്രയും ഉൽപ്പാദിപ്പിക്കുമല്ലോ, അത്രയും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുമല്ലോ. വേറെ ആരെങ്കിലും സമീപിച്ച് അവർക്കും കൊടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് വലിയ വ്യാവസായിക സാധ്യതയുണ്ട്. ഇപ്പോൾ കൊച്ചി റിഫൈനറിയുടെ ഇപ്പോൾ അവർ ഇറക്കുമതി ചെയ്യുന്നത് 18 കോടി ലിറ്റർ മറ്റുമാണ്. അതിൻ്റെ 2 ഇരട്ടിയിലധികം അവർക്ക് ആവശ്യം വരുമെന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രൊജക്ഷനാണ് 75 കോടി ലിറ്ററെങ്കിലും എത്തനോൾ ആവശ്യമായിട്ട് വരും 5 കൊല്ലത്തിനിടയിൽ എന്നത്. അത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ 4200 കോടിയുടെ ഒരു അത്രയും വോള്യമാണ് ഈ ബിസിനസ് വരുന്നത്. അത് കേരളത്തിന് ലഭിക്കുകയാണ് അതിൻ്റെ ആനുകൂല്യം. അതിൻ്റെ GST, അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എത്തനോളിന് GST ഇല്ല. വസ്തുതയല്ല. എത്തനോളിന് 18% GST ഉണ്ടായിരുന്നു. ഈ പോളിസിയുടെ ഭാഗമായി മന്ത്രി അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. എത്തനോളിന് നേരത്തെ 18% ആയിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം എത്തനോൾ ബ്ലെൻഡിങ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ആ നയത്തിൻ്റെ ഭാഗമായിട്ട് എത്തനോളിനെ പ്രോത്സാഹിപ്പിക്കാൻ 18 കുറച്ചു, 5% GST കുറച്ചു. GST ഇല്ലാത്തത് മനുഷ്യോപഭോഗത്തിനുള്ള സ്പിരിറ്റിനാണ്. അതായത് മദ്യമുണ്ടാക്കാനുള്ള സ്പിരിറ്റിന് GST ഇല്ല. പക്ഷേ പെട്രോളിൽ ചേർക്കാനുള്ള സ്പിരിറ്റ് എത്തനോളിന് GST ഉണ്ട്. അപ്പോൾ ആ GST വരുമാനം വേറെ. പിന്നെ ഇത്രയും എത്തനോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ വ്യാവസായിക സാധ്യത, അത്രയും തൊഴിലവസരം, അത്രയും നിക്ഷേപം, അപ്പോൾ അതിനെ ഒരു വ്യവസായം എന്ന നിലയിൽ കൂടിയാണ് സർക്കാർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ബ്രൂവറി എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ്. ഡിസ്റ്റിലറിയും ബ്രൂവറിയൊക്കെ അനുവദിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് എതിർപ്പുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ നയത്തിൽ വ്യക്തമാക്കിയ കാര്യമല്ലേ. ഇതിൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാണ്. നമ്മൾ 22-23 നയത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിലർ പറയുന്നു ഇവർക്ക് വേണ്ടി നയം മാറ്റി. അല്ല, പക്ഷേ കഴിഞ്ഞ വർഷം മദ്യനയം പ്രഖ്യാപിച്ചിരുന്നു. നിലവിലുള്ള 23-24 ഉണ്ട്. പിന്നെ 24-25 വന്നിട്ടില്ല. 24-25 വന്നിട്ടില്ല. നമുക്ക് ഓർമ്മയുണ്ട്, ഇല്ലാത്ത നയത്തിൻ്റെ പേരിൽ വിവാദം എന്തൊക്കെ ഇവിടെ ഉണ്ടായി, എന്തെല്ലാം വിവാദം ഉണ്ടായി. 24 എന്തുകൊണ്ടാണ് നയം പ്രഖ്യാപിക്കാത്തത്? അല്ല, ലോക്സഭാ ഇലക്ഷൻ വന്നതുകൊണ്ട് സാധാരണ നടക്കുന്ന സമയത്ത് അത് ചെയ്യാൻ കഴിഞ്ഞില്ല ആ പ്രോസസ്സ്. പിന്നെ ആ പ്രോസസ്സ് പ്രോസസ്സേ ആരംഭിക്കുന്നതിന് വിവാദം വന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് ചർച്ച ആരംഭിച്ചത്. ചർച്ച ആരംഭിച്ചപ്പോഴേക്കും കുറച്ച് നീണ്ടുപോയി. അപ്പം അതുകൊണ്ട് പിന്നെ ഏതായാലും സാമ്പത്തിക വർഷം അവസാനിക്കാറായി എന്നതുകൊണ്ട് പുതിയ നയം ഇനി അടുത്ത സാമ്പത്തിക 25-26 ഉണ്ടാവും. ഇത് പ്രതിപക്ഷം എതിർക്കുന്നുണ്ടെങ്കിൽ ഇടത് മുന്നണിക്കുള്ളിൽ നിന്ന് നല്ല എതിർപ്പാണല്ലോ.
ഇടതു മുന്നണിയിലെ ഒരു ഘടകകക്ഷിയും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയും പരസ്യമായിട്ട് പ്രത്യേകിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. മാത്രമല്ല CPI അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അവരുടെ ദേശീയ കൗൺസിൽ അംഗമായ ശ്രീ സത്യൻ മൊകേരി ലേഖനം തന്നെ എഴുതിയല്ലോ, അത് കർഷകർക്ക് വെള്ളം കൊടുക്കാതെ മദ്യ നിർമ്മാണത്തിന് വെള്ളം കൊടുക്കുന്നു. അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനം വായിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനം വായിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് പറയുന്നതുമല്ല. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അതിപ്പോൾ പറയാൻ ഇപ്പോൾ ചുമതലയുള്ള ആൾ ഞാനാണല്ലോ. ഒരു തുള്ളി ഭൂഗർഭജലം ഊറ്റിയെടുക്കില്ല എന്ന് പറഞ്ഞു. ഒരു തുള്ളി. ആദ്യത്തെ പ്രചരണം എന്തായിരുന്നു? ഭൂഗർഭജലം എടുക്കുന്നു എന്നുള്ളത്. എങ്ങനെ വെള്ളം കൊടുക്കും? ഭൂഗർഭജലം ജലചൂഷണം അനുവദിക്കില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഭൂഗർഭജലം ഊറ്റില്ല എന്ന് വന്നു. ആ ആരോപണം പൊളിഞ്ഞു. പിന്നെ അതിൽ നിൽക്കാതായി. അപ്പോൾ അവർ പറഞ്ഞു മലമ്പുഴ വെള്ളം എടുക്കാൻ പറ്റില്ല എന്നാണ്. മലമ്പുഴ വെള്ളം കൊടുക്കാം എന്ന് ആരുണ്ടാക്കിയ തീരുമാനമാണ്? ഉമ്മൻചാണ്ടി നേരിട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് കിൻഫ്രയ്ക്ക് 10 ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഞാനതിൻ്റെ രേഖ പുറത്തുവിട്ടല്ലോ. നമ്മുടെ മാധ്യമങ്ങൾ വിദഗ്ധമായിട്ടത് മുക്കി. കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളം ഇവർ മറിച്ച് ബ്രൂവറിക്ക് കൊടുക്കൂ. അതല്ലേ പറഞ്ഞത്. കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളം എന്തിനാ? വ്യവസായ പാർക്കിന് കൊടുക്കുന്ന വെള്ളമാണ്. ആ വെള്ളത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കാം. എത്തനോൾ പ്ലാന്റ്, ഞാൻ വീണ്ടും തിരുത്തുന്നു, എത്തനോൾ പ്ലാന്റിന് കൊടുക്കും എന്ന കാര്യം റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ വ്യക്തമാക്കിയല്ലോ. അദ്ദേഹം വ്യക്തമാക്കിയില്ലേ? ഇപ്പം ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്? ഒന്ന് കിൻഫ്ര പാർക്ക് കൊടുത്തില്ല, കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. പൈപ്പ് ലൈൻ അല്ല, വാട്ടർ അതോറിറ്റി കിൻഫ്ര പാർക്കിന് കൊടുക്കുന്ന വ്യവസായ പാർക്കുകൾ. അതെ, വ്യവസായ ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഇത് വ്യവസായമാണല്ലോ. അപ്പോൾ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ, ആയിട്ടില്ല. പൈപ്പ് ലൈൻ പണി പൂർത്തിയായിട്ടില്ല. കിൻഫ്രയ്ക്കും IITക്കും വെള്ളം കൊടുക്കാനുള്ള തീരുമാനം, അതാണ് 10 ദശലക്ഷം ലിറ്റർ എന്ന് പറയുന്നത്. അത് ഉമ്മൻചാണ്ടി അധ്യക്ഷനായ കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. അത് നടപ്പാവാൻ പോകുന്നു. അപ്പോൾ 10 ദശലക്ഷം ലിറ്റർ കൊടുക്കുമ്പോൾ ഇവർക്ക് എത്രയാണ് ആവശ്യം? ഈ പ്ലാന്റ് അതിൻ്റെ ആദ്യഘട്ടത്തിൽ വരുന്നത് 50,000 ലിറ്ററാണ് ആവശ്യം വരുന്നത്. 0.05 ദശലക്ഷം ലിറ്റർ എന്ന് പറഞ്ഞാൽ 50,000 അല്ലേ? അതെ. പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ 0.5 ദശലക്ഷം ലിറ്ററാണ് പെർ ഡേ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം അല്ലേ? അര ദശലക്ഷം ലിറ്റർ അത്രയാണ് ആവശ്യം. പ്രതിദിനം ഇവർ കൊടുക്കുന്ന എത്ര? 10 ലക്ഷം ലിറ്റർ. ഇനി ഇതിന് പുറമെ ഇവരുടെ പ്രപ്പോസലിൽ കൃത്യമായിട്ടുണ്ട് മഴവെള്ള സംഭരണി ഉണ്ടാവും എന്നുള്ളത്. മഴവെള്ള സംഭരണി 5 ഏക്കറിൽ മഴവെള്ള സംഭരണിയുണ്ട്. അപ്പോൾ അന്ന് മുൻ പ്രതിപക്ഷ നേതാവും മറ്റുമൊക്കെ പറഞ്ഞു മഴവെള്ള സംഭരണി അവിടെ കഴിയില്ല, അവിടെ മഴവെള്ള സംഭരണി പരിഹാസത്തോടെ പറഞ്ഞത്. മഴവെള്ള സംഭരണി വെച്ചിട്ട് എവിടുന്ന് വെള്ളം കിട്ടാനാണ്? ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ 17-ാം തീയതി ക്ഷണിച്ചിട്ടുണ്ട്. എങ്ങനെ വെള്ളം കിട്ടും എന്ന് അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. നമുക്ക് വസ്തുതകൾ പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇത് എലപ്പുള്ളിയിലാണ്. എലപ്പുള്ളിയിലും വടകരപ്പതിയിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് അഹല്യ ക്യാമ്പസ്. 2 പഞ്ചായത്തിലാണ്. 12 റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫാമുകൾ അവിടെ ഉണ്ട്. ആകെ ഒന്നിൻ്റെ വിസ്തീർണം 5 മുതൽ 6 വരെ ഏക്കറയാണ്. 2 കോടി ലിറ്ററാണ് ഒന്ന് സംഭരിക്കുന്നത്. 12 എണ്ണത്തിൽ 24 കോടി ലിറ്റർ സംഭരിക്കുകയും ബോട്ടിംഗ് നടത്തുകയും ചെയ്യുന്നത്. ഇതിൻ്റെ വെളിപ്പാടകലെയാണിത്. ഈ സ്ഥലത്തിൻ്റെ വെളിപ്പാടകലെയാണ്. എന്നിട്ടാണ് കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെ അവിടെ മഴവെള്ള സംഭരണി വെച്ചാൽ വെള്ളം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആളുകളെ കബളിപ്പിക്കാമോ? ഇനി കിൻഫ്രയുടെ തന്നെ മഴവെള്ള സംഭരണി അവിടെ ഉണ്ട്. നിലവിലുള്ള നയത്തിനനുസൃതമാണ്. വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല. നേരത്തെ തന്നെ ലഭിച്ച അപേക്ഷയാണ്. പല ഘട്ടങ്ങളിലായിട്ടുള്ള പരിശോധന നടത്തി. പക്ഷേ എങ്കിലും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തില്ലെന്നും ഇടതുമുന്നണിയുടെ മുന്നിൽ ചർച്ച ചെയ്തില്ലെന്നും അതിലെ ഘടകകക്ഷി ഇപ്പം കഴിഞ്ഞ ദിവസം RJD തന്നെ വർഗീസ് ജോർജ് തന്നെ പറഞ്ഞു ഞങ്ങളാരും അറിഞ്ഞില്ല. എന്തിനാണ് അങ്ങനൊരു തിടുക്കം കാട്ടിയത്? നോക്കൂ, ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിന് ഒരു വേണ്ടേ? ഒരു അതിരുമില്ലാതെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്തു. ഒന്ന്, ഇത് എക്സൈസിന് മാത്രം തീരുമാനിക്കാൻ അധികാരമുള്ള കാര്യമാണ്. നിലവിൽ LDF സർക്കാർ അംഗീകരിച്ച നയമുണ്ട്. 2 വർഷം മുമ്പ് തന്നെ ഈ നയം അംഗീകരിച്ചിട്ടുണ്ട്. അന്ന് ഇവർക്കാർക്കും എതിർപ്പുണ്ടായില്ലേ? അല്ല, അന്നേരം പ്രത്യേകിച്ച് ചർച്ചയുടെ ആവശ്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു നയം ഒരിക്കൽ അംഗീകരിച്ചാൽ ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകില്ലേ ചെയ്യുക സർക്കാർ. അതാണ് ഇവിടെ ഉണ്ടായത്. 2, ഈ തീരുമാനം എക്സൈസിന് ഒറ്റയ്ക്ക് എടുക്കാവുന്ന തീരുമാനമായിരുന്നു. എക്സൈസിൻ്റെ മാത്രം പർവ്യൂവിലിരുന്ന കാര്യമാണ് ഈ പ്രാരംഭാനുമതി കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ പ്രാരംഭാനുമതി കൊടുത്ത് മറ്റനുമതികൾ പിന്നീട് വാങ്ങണം. ഇത് എക്സൈസിൻ്റെ മാത്രം അധികാരപരിധിയിൽ വരുന്ന കാര്യമാണ്. എന്നിട്ട് പോലും ആദ്യത്തേതായതുകൊണ്ട്, നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ പ്ലാന്റിന് അനുമതി കൊടുക്കുന്നതായതുകൊണ്ട് ക്യാബിനറ്റ് കൊണ്ടുപോയി
ക്യാബിനറ്റിൽ എല്ലാ വകുപ്പിലെയും മന്ത്രിമാരില്ലേ? അവരെല്ലാം ക്യാബിനറ്റ് നോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നതല്ലേ? അവരെല്ലാം ചർച്ച ചെയ്തിട്ടല്ലേ അതിന് തീരുമാനമെടുക്കുന്നത്? ക്യാബിനറ്റ് നോട്ട് പുറത്തു വിടുന്നുള്ള രീതി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അത് മണിക്കൂർ കൊണ്ട് പൊളിച്ചു കൊടുത്തല്ലോ. കാരണം 16-ാം തീയതി ഉത്തരവിറങ്ങി, അന്ന് ഗവൺമെൻറ് തന്നെ അപ്ലോഡ് ചെയ്ത രേഖ 10 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ രഹസ്യരേഖ ഉണ്ടെന്ന് പറഞ്ഞ് വരുന്നതൊക്കെ എത്ര പരിഹാസ്യമാണ്. അതിപ്പം കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നു, ഇത് മുന്നണിക്കകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. ക്ലാരിറ്റി വരുത്തണമെങ്കിൽ ചർച്ച ചെയ്യുന്നതിന് എന്താ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് നേരത്തെ ഗവൺമെൻറ് അംഗീകരിച്ച നയം, ആ നയത്തിൽ 2 വർഷമായിട്ടൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല. എതിർപ്പ് വന്നു എവിടെ നിന്ന്? പ്രതിപക്ഷ നേതാവിൻ്റെയും മുൻ പ്രതിപക്ഷ നേതാവിനും. അവർ പറഞ്ഞു, അന്ന് തന്നെ പ്രസ്താവന ഇറക്കി, നയം വന്ന ദിവസം തന്നെ പ്രസ്താവന ഇറക്കി ഇതിനെതിരെ. എന്നിട്ട് ഇപ്പോൾ പറയാണ് ഈ നയം തിരുത്തിയത് ആരും അറിഞ്ഞില്ല. അപ്പോൾ ഇവർക്കൊന്നും അവർ നടത്തുന്ന പ്രസ്താവനയെക്കുറിച്ച് പോലും ഒരു ബോധമില്ല എന്നുള്ളതാണ്. താങ്കൾ CPI സെക്രട്ടറിയെ കണ്ടതായ വാർത്തയുണ്ടായിരുന്നു, അത് ശരിയായിരുന്നോ? അതെ, ഞാൻ ഈ വിഷയം ധരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കൺവിൻസ്ഡ് ആണോ? അദ്ദേഹം എന്നോട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പുവരുത്തണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് ആശങ്കയുള്ളത്, അത് ഉറപ്പുവരുത്തിയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് എക്സൈസ് മന്ത്രിക്ക് എന്ത് കിട്ടിയെന്നാണ്. അതെ, പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ചോദിക്കുന്നതിൽ അത്ഭുതമില്ല. കാരണം ഇങ്ങനെയുള്ള ഏത് കാര്യവും എന്തെങ്കിലും കിട്ടിയാലേ നടത്തൂ എന്ന് ശീലിച്ചിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു ജന്മനായുള്ള ശീലം കൊണ്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. ഇപ്പോൾ മദ്യക്കമ്പനികളിൽ നിന്നേ കോൺഗ്രസ് വാങ്ങിയിട്ടുള്ള സംഭാവന നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പ്രയാസം വരില്ല. CPM അല്ല, ഞങ്ങൾ കോർപ്പറേറ്റ് സംഭാവനകൾ വാങ്ങാറില്ലല്ലോ. കോർപ്പറേറ്റ് സംഭാവനകൾ വാങ്ങാറില്ല. ഇന്ത്യയിൽ വൻകിട മദ്യക്കമ്പനികളിൽ നിന്ന് കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടായിട്ടും മറ്റും വാങ്ങിയിട്ടുള്ള സംഭാവനകളുടെ വിവരം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ആ അനുഭവം വെച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവ് അത് ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം വളർന്നു വന്നതുപോലെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പരിശീലിപ്പിക്കപ്പെട്ടതുപോലെയാണ് ഞങ്ങളൊക്കെ എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ താങ്കൾ ആദ്യം ഇതിനിടയ്ക്ക് പറഞ്ഞായിരുന്നു, അതായത് കേരളത്തിലേക്ക് പുറത്തുനിന്ന് വരുന്ന, ഇപ്പോൾ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്നത് കർണാടകത്തിൽ നിന്നാണ്. കർണാടകത്തിലെ ഒരു കോൺഗ്രസ് മന്ത്രിക്കും യൂത്ത് കോൺഗ്രസ് നേതാവിനുമൊക്കെ ഈ സ്പിരിറ്റ് നിർമ്മാണ കമ്പനികളുണ്ടെന്ന് പറഞ്ഞു. അവരിൽ നിന്ന് കേരളത്തിലേക്ക് സ്പിരിറ്റ് വാങ്ങുന്നുണ്ടോ? ഞാൻ പറഞ്ഞതാണോ അത്? നിങ്ങൾ പറയേണ്ട കാര്യം നിങ്ങൾ പറയാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കൂ, ഹർഷ ഷുഗേഴ്സ് അടിച്ചു നോക്കൂ. അവർ വെളിപ്പെടുത്തിയ കാര്യമാണ്. ഹർഷ ഷുഗേഴ്സിൻ്റെ ചെയർപേഴ്സൺ ലക്ഷ്മി ഹെബ്ബർക്കർ, മിനിസ്റ്റർ ഇൻ കർണാടക ഗവൺമെൻറ്, എന്താണ് വനിതാ ശിശുക്ഷേമം, മനസ്സിലായില്ല, അവർ തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ്. പിന്നെ അതിൻ്റെ MD ആരാണ്? ഒരു MLC, കോൺഗ്രസ് MLC ഡയറക്ടർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ദാസ്യവേല ചെയ്യുന്നത് ശരിയാണെന്നും കൂടി ആലോചിക്കണം. പറഞ്ഞാൽ പോലും കൊടുക്കാൻ തയ്യാറല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് ഇവരോട് ആരോടും ഒരു അഭിപ്രായം ചോദിക്കുന്നില്ലല്ലോ. പ്രതിപക്ഷ നേതാവിനോടോ മുൻ പ്രതിപക്ഷ നേതാവിനോടോ നിങ്ങളുടെ നേതാക്കന്മാർക്കെല്ലാം ഡിസ്റ്റിലറി ഇല്ലേ, അവർക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കില്ല. മറിച്ച് ഞങ്ങളായിരുന്നെങ്കിൽ എത്ര ചോദ്യത്തിന് സമാധാനം പറയേണ്ടി വന്നേനെ. അല്ലേ? ഇപ്പം കേരളത്തിൽ ഒരു സ്പിരിറ്റ് നിർമ്മാണശാല വരുന്നു, ഒരു വ്യവസായം വരുമ്പോൾ അതിനെ എതിർക്കുന്നത് വേണമെങ്കിൽ ഇവരെ സംരക്ഷിക്കാനും അവരിൽ നിന്ന് കിക്ക് ബാക്ക് വാങ്ങിച്ചുകൊണ്ടാണെന്ന് ആരോപിച്ചൂടെ? ഞാൻ ഈ പ്രതിപക്ഷ നേതാവിനെ പോലെ ഉത്തരവാദിത്തമില്ലാതെ ആരെക്കുറിച്ച് എന്തും പറയാറില്ല. പക്ഷേ വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. 44 ഡിസ്റ്റിലറി കർണാടകയിലുണ്ട്. 44. അതിൽ നല്ലൊരു പങ്ക് കോൺഗ്രസ് നേതാക്കളുടേതാണ്. കേരളത്തിലേക്ക് സ്പിരിറ്റ് വരുന്നത് 1ാമത് മഹാരാഷ്ട്രയിൽ നിന്ന്, പിന്നെ 2ാം സ്ഥാനത്ത് കർണാടക. അപ്പോൾ 44 ഡിസ്റ്റിലറി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാവാം, കേരളത്തിൽ ഒന്നുപോലും അനുവദിക്കില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. കൈക്കൂലി അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഞാൻ ഒരാളെക്കുറിച്ചും പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്ന പോലുള്ള നിലവാരമില്ലാത്ത ചോദ്യം ഞാൻ ചോദിക്കില്ല. പക്ഷേ വിലയിരുത്തട്ടെ, എന്തുകൊണ്ടാണ് ഇവരിത് എതിർക്കുന്നത്? കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കേരളത്തിലേക്കാൾ ജലലഭ്യത, കേരളത്തിൽ 44 നദികളുണ്ട്. മഴയുടെ കണക്കെടുക്കുന്ന എടുത്ത് നോക്കൂ, കേരളവും കർണാടകയും തമ്മിൽ നോക്കി എന്തെങ്കിലും താരതമ്യമുണ്ടോ? അതിരൂക്ഷമായ വരൾച്ച ഇപ്പം നേരിട്ട സ്ഥലമാണ്. അവിടുത്തെ ഡിസ്റ്റിലറി ഈ ലക്ഷ്മി ഹെബ്ബർക്കറുടെയും മറ്റുമൊക്കെ പൂട്ടുന്നുണ്ടോ? അപ്പോൾ ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഇരട്ടത്താപ്പ് മനസ്സിലാക്കും. ബാംഗ്ലൂർ നഗരത്തിൽ മാത്രം 4 ഡിസ്റ്റിലറി അല്ലേ, അവിടെ ആവാം, ഇവിടെ പാടില്ല, ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നതിൽ ദുരൂഹതയില്ലേ? അതിലല്ലേ ദുരൂഹതയുള്ളത്? അല്ല, പുതിയതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണം, ഈ ഡൽഹി മദ്യനയ കേസിൽ ഉൾപ്പെടെ ആരോപണം വിധേയമായിട്ടുള്ള കവിത ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിരുന്നു, അവർക്കിതിൽ ഇടപാടുണ്ടെന്ന് ഒരു ആരോപണം പ്രതിപക്ഷ നേതാവ് അവരുടെ ഒരു പ്രസ്താവന കണ്ടു.
മര്യാദയ്ക്ക് പറഞ്ഞത് പിൻവലിച്ചില്ലെങ്കിൽ കേസ് കൊടുക്കുന്നത് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അതാ പറഞ്ഞത്, ആരെക്കുറിച്ചും എന്തും പറയുക എന്നതൊരു രാഷ്ട്രീയ ശൈലിയായിട്ട് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ടാവും. ആയിക്കോട്ടെ, ഞാനങ്ങനെ ഒരു ശൈലി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഡൽഹി മദ്യനയ കേസിൽ പ്രതിയായിട്ടല്ലേ കേജ്രിവാളിനെ ജയിലിലടച്ചത്? അദ്ദേഹം ജയിൽ വിമോചിതനായപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇട്ട പോസ്റ്റ് ഓർക്കുന്നുണ്ടോ? ഒന്നെടുത്ത് കൊടുക്കൂ. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസാണ്, കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഈ കേജ്രിവാളിൻ്റെ മോചനത്തെ സ്വാഗതം ചെയ്തിട്ട് ആ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഡൽഹി മദ്യനയ കേസ് എന്താ പറയുക, അത് മുഴുവൻ ന്യായമാണ് എന്ന് പറഞ്ഞിട്ടല്ലേ ആരെയെല്ലാമാണ് അതിൽ പ്രതികളാക്കിയിട്ടുള്ളത്, എങ്ങനെയൊക്കെ പ്രതിയാക്കിയെന്ന് കണ്ടില്ലേ? ഒരാളെ ആദ്യം പ്രതിയാക്കി, പിന്നെ മാപ്പ് സാക്ഷിയാക്കി, ആ മാപ്പ് സാക്ഷിയുടെ മൊഴി വെച്ചിട്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ഇല്ലേ? അതിനെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ BJPയുടെ വക്താവായിട്ട് അദ്ദേഹം എല്ലാ സന്ദർഭങ്ങളിലും പെരുമാറിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതല്ലേ ഇപ്പോൾ കാണുന്നത്. ഇനി ഈ ഡൽഹി മദ്യനയ കേസ് ഈ കമ്പനിയുടെ പേരും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. DK ശിവകുമാർ EDയുടെ കേസിൽ ജയിലിൽ കിടന്ന ആളല്ലേ കോൺഗ്രസ് പുറത്താക്കിയോ? അല്ല, ED അല്ലേ കേസ് രജിസ്റ്റർ ചെയ്ത്? അതാ ഞാൻ പറഞ്ഞത്, ശിവകുമാറിനെ CBIയും ഡൽഹി EDയും ഒക്കെ കേസ് പ്രതിയാക്കി ജയിലിൽ കിടന്നല്ലോ. കേസിൽ പ്രതിയായി എന്നതുകൊണ്ട് ശിവകുമാറിനെ പുറത്താക്കിയോ? അത് ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കില്ലേ? അന്നേരം കവിത വന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് വല്ല അറിവുണ്ടോ? അല്ല, എനിക്കറിഞ്ഞൂടെ കവിത വന്നിട്ടുണ്ടാവുമായിരിക്കും, പറയാൻ പറ്റില്ല. പിന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇല്ല. ഇതിന്റെ ഒരു അസംസ്കൃതം മാത്രമല്ല, ഇവർ വന്നെന്ന് പറയുന്ന സമയത്ത് ഞാൻ സ്പീക്കറാണ്, നിയമസഭാ സ്പീക്കറാണ്. ഞാൻ നിയമസഭാ സ്പീക്കറായിരിക്കുമ്പോഴാണല്ലോ ഈ പരിപാടി നടന്നത്. ഏതൊരു പരിപാടിക്ക് വന്നു, അന്ന് ഞാൻ തന്നെ സംഘടിപ്പിച്ച പരിപാടിയാണ്. കനിമൊഴി വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവർ വന്നോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. കാരണം എനിക്ക് തോന്നുന്നത് ഇവരെ ക്ഷണിച്ചിരുന്നു, പക്ഷേ ഇവർ വന്നില്ലെന്നാണ് എൻ്റെ ഓർമ്മ. കനിമൊഴി വന്നത് ഓർമ്മയുണ്ട്, കനിമൊഴി ഞാനും കാണുകയും ചെയ്തിരുന്നു. ശരി. ഇതിൻ്റെ ഈ സ്പിരിറ്റ് നിർമ്മാണത്തിനുള്ള ഒരു അസംസ്കൃത വസ്തു എന്താണ് ഇപ്പോഴത്തെ ഈ പുതിയ സംരംഭത്തിൽ? പാലക്കാട് പൊതുവെ നെല്ലറയാണല്ലോ, അരി അങ്ങനെയുള്ള ഒന്ന് കാർഷികോൽപ്പന്നങ്ങളാണ്, മരച്ചീനി, അതുപോലെ ഉപയോഗശൂന്യമായിട്ടുള്ള അരി, പച്ചക്കറികൾ, ഈ വേസ്റ്റായി പോകുന്ന പച്ചക്കറി, ഇങ്ങനെ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നാണ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്. കർഷകർക്ക് ഒരു വലിയ അവസരമാണ്. കേരളത്തിലാകെ, പാലക്കാട്ട് മാത്രമല്ല, കർഷകർക്ക് വലിയ അവസരമാണ്. നെല്ലിന് ഗണ്യമായിട്ട് വില കൂടാണ്ട് ഇടയാക്കും. കാരണം അരിക്കൊരു പുതിയ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് കൂടി മാറുകയല്ലേ, മറ്റൊരു തരത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ഇത് വരികയാണ്. അപ്പോൾ നെല്ലിന്, അരിക്ക്, കാർഷികോൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടും. നമ്മൾ കർഷക സംഘടനകളെല്ലാം എത്രയോ കാലമായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യം എന്താ? കാർഷികോൽപ്പന്നങ്ങളെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റണം. കാർഷികോൽപ്പന്നത്തെ ഇൻഡസ്ട്രിയൽ സ്പിരിറ്റാക്കിയിട്ട് മാറ്റുകയാണ്. അതും ഉപയോഗശൂന്യമായിട്ടുള്ള കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നാണ്. അപ്പോൾ അത് കൃഷിക്കാരെ സംബന്ധിച്ച് വലിയൊരു അവസരമല്ലേ ഉണ്ടാവുന്നത്. ആ നിലയ്ക്ക് ഇത് വളരെ ഇപ്പം ഇതുകൊണ്ടുണ്ടോ മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഒന്ന്, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് കൂടുതൽ വില കിട്ടാൻ സഹായിക്കും. കാർഷികോൽപ്പന്നങ്ങളാണ് പ്രധാന അസംസ്കൃത വസ്തു. ഒന്ന്. രണ്ട്, പുതിയ തൊഴിലവസരങ്ങളുണ്ടാവും. മൂന്ന്, കേരളത്തിന് വരുമാനമുണ്ടാവും. അവരുടെ നിക്ഷേപം, അതെ, നിക്ഷേപം, വരുമാനം, തൊഴിലവസരം ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതൊരു വലിയ സാധ്യത, വ്യവസായ സാധ്യത ഉപയോഗപ്പെടുത്തി തീരെ കേരളം ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്തൊന്ന്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിലേക്ക് 9.26 കോടി ലിറ്റർ മദ്യമുണ്ടാക്കാൻ മാത്രം സ്പിരിറ്റ് വരുന്നു. മദ്യമുണ്ടാക്കാൻ മാത്രം. എത്തനോൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പെട്രോളിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കേരളത്തിലേക്ക് വരുന്നു, അതിലാർക്കും പ്രശ്നമില്ല. പുറത്തുനിന്ന് വരുന്നതിൽ പ്രശ്നമില്ല, ഇവിടെ പാടില്ല എന്നതാണ് വാദം. ആ വാദം എങ്ങനെയാണ് ദഹിക്കുന്ന വാദമാവുക? അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടാണോ? അതെ, ഒന്ന് രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാണ്. അതിനപ്പുറമുള്ള ലക്ഷ്യങ്ങളുണ്ടോ എന്ന് ജനം ചിന്തിക്കണം. അത് മറ്റ് സംരക്ഷിക്കുന്നതാണോ എന്നല്ലേ? അതാ ഞാൻ പറഞ്ഞത്. മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അവരെ സംരക്ഷിക്കാൻ, അവരുടെ ബിസിനസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ വ്യഗ്രത? ഞാൻ BJPയുടെ ഒരു ബന്ധം കൂടി പറഞ്ഞു. പങ്കജ മുണ്ടയുടെ ഭർത്താവിനാണ് മഹാരാഷ്ട്രയിൽ ഒരു പ്ലാന്റ് ഉള്ളത്. 43 ഡിസ്റ്റിലറികളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട്. 43. അപ്പോൾ ആർക്കാണ് കേരളത്തിൽ ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നഷ്ടം വരുന്നത്? ആർക്കാണ്? കൊച്ചുകുട്ടിക്ക്, കോമൺ സെൻസുള്ള ഏതൊരാൾക്കും മനസ്സിലാവില്ലേ? ഈ 43 ഡിസ്റ്റിലറികൾക്കാണ്. ഈ 43 ഡിസ്റ്റിലറികളിൽ മിക്കതിൻ്റെയും ഉടമസ്ഥരാരാണ്? കോൺഗ്രസ് BJP നേതാക്കളാണ്, സാധാരണക്കാരല്ല. നേതാക്കൾ, മന്ത്രിമാരും MLAമാരും MLCമാരുമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ ആരാ എതിർക്കുന്നത്? കോൺഗ്രസും BJPയുമാണ് എതിർക്കുന്നത്. അതെ, മദ്യലോബി കേരള രാഷ്ട്രീയത്തിൽ നല്ല പൊതുവെ രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട്. പ്രത്യേകിച്ച് അബ്കാരി പൊളിറ്റിക്സ് റിലേഷൻ എന്നൊക്കെ പറയും. അത്തരം എന്തെങ്കിലും ലോബിയുടെ ഇടപെടലുണ്ടോ ഇതിൽ? അങ്ങനെ സംശയിക്കുന്നുണ്ടോ? അല്ല, അത്തരം കാര്യങ്ങൾ വരട്ടെ, പുറത്തു വരട്ടെ, നമുക്കറിയാമല്ലോ. ഇനി കുറച്ചുകൂടി കഴിയട്ടെ. അല്ല, ഇപ്പം തന്നെ ഇതിൻ്റെ അകത്ത് താങ്കളെ വീണ്ടും ഇപ്പം നേരത്തെ എത്ര കിട്ടിയെന്ന് ചോദിച്ചതുപോലെ MP രാജേഷും അളിയനും കൂടെ ചേർന്നുള്ള ഇടപാടാണെന്നും പറയുന്നുണ്ട്. വ്യക്തിപരമായിട്ട് വലിച്ചഴിക്കാൻ നോക്കുന്നു. അത്
ഇവർ തലകുത്തി നിന്നാൽ, ആ ഇവരെല്ലാവരും കൂടി തലകുത്തി നിന്നാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ആത്മവിശ്വാസമുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം താങ്കളെ പോലെ ക്ലീൻ പൊളിറ്റിക്സിൻ്റെ ഒരാളായ ആൾക്ക് പറ്റിയതല്ല എക്സൈസ് വകുപ്പെന്ന് തോന്നിയിട്ടുണ്ടോ? അതെന്നോട് ആദ്യം മറ്റേ രമേശ് ചെന്നിത്തല മുന്നറിയിപ്പ് തന്നിരുന്നു. എന്താ? അതിപ്പോൾ പറയുന്നതിന് പ്രശ്നമില്ല, കാരണം അദ്ദേഹം അസംബ്ലി തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എം പി രാജേഷിനെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, തുടക്കത്തിൽ സൗഹൃദത്തോടെ പറഞ്ഞിട്ടുണ്ട് ഇതെടുക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉപദേശിച്ചതാണ്. ഞാൻ അതിന് മറുപടിയും പറഞ്ഞു. ഞാൻ പറഞ്ഞു ശ്രീ രമേശ് ചെന്നിത്തല എന്നെ ഉപദേശിച്ചിരുന്നു, ശരിയാണ്, പക്ഷെ ഞാൻ ഇടതുപക്ഷത്ത് നിന്നുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് കരുതൽ ആശങ്ക വേണ്ട. പക്ഷേ എന്നോട് കാണിച്ച സ്നേഹം അദ്ദേഹം കെ ബാബുവിനോട് കാണിച്ചില്ല, അന്ന് ഉപദേശിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ആ ഉപദേശം അന്ന് സൗജന്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. അസംബ്ലിയിൽ തന്നെ പറഞ്ഞതാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച. രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞു എക്സൈസ് ആണ്, ഒന്നുമില്ലെങ്കിലും ആരോപണം ഉണ്ടാക്കാൻ പ്രയാസമില്ല, കിട്ടിയാൽ ഞങ്ങൾ വിടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല, ഈ മുൻ പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? മത്സരബുദ്ധിയോടെയാണ്. ആണല്ലേ? നോക്കാം നമുക്ക് ആരാണ് മത്സരത്തിൽ. ആരാണ് മുന്നിൽ? ഞാൻ പറയുന്നു ഈ മത്സരത്തിൽ രണ്ടുപേരും തോൽക്കാൻ പോകുന്ന മത്സരമാണത്. എന്നോടുള്ളതിനേക്കാൾ മറ്റേ മത്സരം അവർ തമ്മിലാണല്ലോ. അതിന് എന്നെ ഒരു കരുവാക്കുന്നു മാത്രമല്ല, അല്ലെങ്കിൽ ഞങ്ങൾ LDFനെ കരുവാക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ അവർ ഒരുപാട് മത്സരത്തിൽ തോറ്റു പോയിട്ടുണ്ട്. അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും പൊളിഞ്ഞു പോയത് നമുക്കറിയാമല്ലോ. അതുപോലെ പൊളിയാൻ വേണ്ടിയിട്ടുള്ള പൊളിഞ്ഞു കഴിഞ്ഞൊരു ആരോപണമാണത്, പൊളിഞ്ഞു കഴിഞ്ഞതാണ്. ഈ ഇപ്പോൾ വ്യവസായത്തിന് മുതൽക്കൂട്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എക്സൈസ് മന്ത്രിക്ക് ഇവിടുത്തെ മദ്യപരോടൊരു അലിവുമില്ല. കാരണം അനുദിനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണ്ടും വില കൂട്ടി, മറ്റെങ്ങും ഇല്ലാത്ത നികുതി. സർക്കാർ കൂട്ടിയതല്ല വില, അത് എത്രയോ കാലമായിട്ട് വില കൂടിയിട്ടില്ല മദ്യത്തിൻ്റെ. പക്ഷേ കേരളത്തിലെ നികുതി 252% കണ്ടല്ലേ? അല്ല, ഒരേ സമയം നമുക്ക് മറ്റേ ഈ മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക? അല്ല, മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്പിരിറ്റ് നിർമ്മാണം വരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അല്ല, സ്പിരിറ്റ് മദ്യത്തിന് വേണ്ടി മാത്രമല്ല, അതല്ലേ പ്രധാന സാധ്യത ഇൻഡസ്ട്രിയൽ സ്പിരിറ്റാന്ന് പറഞ്ഞില്ല. ഇപ്പോൾ തന്നെ കേരളത്തിലേക്ക് വരുന്നതിൽ 30 കോടി വരുന്നത് ഇൻഡസ്ട്രിയൽ സ്പിരിറ്റും 9 കോടി വരുന്നത് മറ്റേ മദ്യത്തിനുള്ളതുമാണ്. 39 കോടി വരുന്നതിൽ 9 കോടിയേ മദ്യത്തിനുള്ളൂ. അപ്പോൾ ഇനി വരാൻ പോകുന്നതും കൂടുതൽ വരുന്നത് ഇൻഡസ്ട്രിയൽ സ്പിരിറ്റാണ്. മദ്യപരുടെ കാര്യത്തിൽ മറ്റേ അതെ, ഉയർന്ന നികുതി ഏർപ്പെടുത്തി അസംഘടിതരായതുകൊണ്ടാണ് മദ്യത്തെ നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് സർക്കാർ സ്വീകരിക്കുന്ന സമയം. മദ്യം പൈസ കൊടുത്തുള്ളവർ അന്നേരം വരുന്നത് എന്താണ്? മറ്റ് ലഹരികളിലേക്ക് ഒരു അല്ല, മറ്റ് ലഹരികൾ ഇതിനേക്കാൾ കൂടുതലല്ലേ? മറ്റ് സിന്തറ്റിക് ലഹരിയൊക്കെ വളരെ കൂടുതലുള്ളതാണ്. വലിയ വില കൂടിയത്. അത് വീടുകളിൽ പോലും വലിയ സംഘർഷം ഉണ്ടാകും. സ്ത്രീകളുടെ സ്വർണ്ണം അത് വേറൊരു പ്രശ്നമാണ്. അതും ഇത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നതിൽ അർത്ഥമില്ല. അല്ല, ഇത് വില കൂടിയത് അന്ന് ചാരായം നിരോധിച്ചപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും കാലാകാലങ്ങളിൽ വില കൂടുന്നുണ്ടല്ലോ. മദ്യത്തിന് കഴിഞ്ഞ കുറേ കാലമായിട്ട് വില കൂടി. മദ്യത്തിന് വില കൂടി നികുതി ചുമത്തുന്നവരുടെ നികുതി ഉണ്ടെന്ന് ശരിയാണ്, കഴിഞ്ഞ കുറേ കാലമായിട്ട് വില കൂടിയിട്ടില്ല. അല്ല, ഇതിൻ്റെ അകത്തൊരു പുനഃപരിശോധന ഒന്നും ഉണ്ടാവില്ല മദ്യത്തിൻ്റെ നികുതിയുടെ കാര്യത്തിലും. അല്ല, നികുതിയുടെ കാര്യത്തിൽ ധനകാര്യമന്ത്രിയും കൂടിയല്ലേ തീരുമാനമെടുക്കേണ്ടത്. അല്ല, മറ്റൊരു വിഷയമാണെന്ന് പറയുമ്പോഴും ഈ എക്സൈസുകാർ ഈ ലഹരി വേട്ട നടത്തുന്നതിൽ എത്രമാത്രം വിജയിക്കുന്നു? മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ കുതിച്ചുയരുകയാണ്. മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. നമ്മൾ കാണുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇതൊരു അന്താരാഷ്ട്ര നെറ്റ്വർക്ക് ഉണ്ട്. ഇന്ത്യയിലേക്ക് എവിടെ നിന്നാണ് വലിയ തോതിൽ മയക്കുമരുന്ന് വരുന്നത്? കേരളം വഴിയാണോ? പുറത്ത് ബംഗ്ലാദേശിൽ നിന്ന്, ഇന്ത്യയിലേക്ക് ഏത് വഴിയാണ് വരുന്നത്? വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായി 2 തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ്. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖം, പിന്നെ മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖം. ഈ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചില്ല. നമ്മൾ പത്രങ്ങളിൽ വാർത്ത 3000 അത് കാണും. പ്രധാനമായിട്ട് ഈ തുറമുഖങ്ങൾ 3000 കോടിയുടെ 5000 കോടിയുടെ ഒക്കെ മയക്കുമരുന്ന് വേട്ട നടത്തുന്നു എന്നുള്ളത് ഈ തുറമുഖങ്ങൾ വഴിയാണ് വരുന്നത്. പിന്നെ മറ്റ് സിന്തറ്റിക് ലഹരി ഇന്ത്യയിലെത്തുന്നത്, കേരളത്തിലേക്ക് എത്തുന്നത് ഗോവ, ബാംഗ്ലൂർ തുടങ്ങിയിട്ടുള്ള റൂട്ടുകളിലൂടെയാണ് ഇത് ഇവിടെ വരുന്നത്. ഇപ്പോൾ കേരളത്തിലെ എക്സൈസിന് കേരളത്തിൻ്റെ പരിധിക്കകത്താണ് പ്രവർത്തിക്കാൻ പറ്റുക. മറ്റ് സ്ഥലത്ത് മറ്റ് എക്സൈസുമായിട്ട് ചേർന്നിട്ട് വിവരങ്ങൾ കൈമാറുക തുടങ്ങിയവയൊക്കെ ചെയ്യാം. മികച്ച പ്രവർത്തനമാണ് എക്സൈസ് നടത്തുന്നത്. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ കേരള എക്സൈസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നുള്ള തുമ്പ് തേടിയിട്ട് നമ്മൾ അൻഡമാനിലേക്ക് പോയി. അത് പ്രത്യേക അനുമതി മന്ത്രി കൊടുത്തിട്ടാണ്, അസാധാരണമായ അനുമതി കൊടുത്തിട്ടാണ് ഒരു സംഘം ഇവിടുന്ന് പോയത്. അവിടെ നമ്മൾ 100 കോടി രൂപയുടെ മയക്കുമരുന്ന് ബങ്കറിൽ സൂക്ഷിച്ചത് കണ്ടെത്തി. അത് നമുക്ക് പുറത്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനകത്ത് തന്നെ ഇട്ട് നശിപ്പിച്ചു. അൻഡമാനിലെ എക്സൈസിനെ കൂടി നമ്മൾ അറിയിച്ചിട്ടാണ്, പോലീസിനെയും എക്സൈസിനെയും അറിയിച്ച് നമ്മൾ ഇവിടുന്ന് സംഘം പോയിട്ടാണ്. അങ്ങനെയാണ് അൻഡമാൻ ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ്, ഈ റൂട്ടിൽ വരുന്നൊരു പ്രധാന താവളമാണ് എന്ന് തന്നെ കണ്ടെത്തുന്നത്. പിന്നെ
ആന്ധ്രയിൽ നിന്നും ഒക്കെ, ആന്ധ്രയിലും മറ്റേ ഒറീസയിലൊക്കെ തേടിപ്പോയിട്ട് നമ്മൾ എക്സൈസ് സേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൈനംദിന പത്രങ്ങളും മാധ്യമങ്ങളും കണ്ടാൽ തന്നെ ഓരോ ദിവസവും നടക്കുന്ന കൊലപാതകങ്ങൾ, ഭാര്യയും മക്കളും നമ്മൾ കൊല്ലുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്നു, ഇതിനെല്ലാം അടിസ്ഥാന ഘടകം ലഹരി ഉപയോഗമാണ്. അത് നിയന്ത്രിക്കാൻ എന്ത് പറ്റുന്നു? പലതരത്തിലുള്ള ലഹരികൾ കാരണം ലഹരി ഒരു പ്രധാന വിപത്താണ്, അതിന് സംശയമില്ല. നമ്മൾ കേരളം പോലെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും ഇത്ര പ്രാധാന്യത്തോടെ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനം എടുത്തിട്ടില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സമിതി ഉണ്ടാക്കി സംസ്ഥാന തലത്തിൽ വലിയ ക്യാമ്പയിൻ നടത്തി. അത് കുറച്ച് കാലം നമ്മൾ നടത്തേണ്ട ഒരു പ്രവർത്തനമാണ്. സ്വിച്ചിട്ടതുപോലെ ഒരു ദിവസം നിർത്താവുന്നൊന്നല്ല. കാരണം ലോകവ്യാപകമായിട്ടുള്ളൊരു വിപത്ത് രാജ്യത്തും ഇപ്പോൾ കൂടി വരുന്നു. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഈ എക്സൈസ് മന്ത്രിമാരുടെ യോഗം ബാംഗ്ലൂരിൽ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതൊരു വലിയ വിപത്തായിട്ട് രാജ്യം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു വിപത്തായിട്ട് കാണുന്നു. കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല, കേരളമാണ് ഏറ്റവും ഫലപ്രദമായിട്ട് ഇതിനെ പല നിലയും, ഒന്ന് എൻഫോഴ്സ്മെന്റ് മാത്രമല്ല, ബോധവൽക്കരണം, വിമുക്തി പ്രവർത്തനം, ജനങ്ങളെ ആകെ അണിനിരത്തിയിട്ടുള്ള ക്യാമ്പയിൻ ഇതിലൂടെ ഡിവൈഎഫ്ഐയുടെയും ഭാരവാഹിയായിരുന്ന ആളാണ്. അന്നേരം അവരെ കൂടി ഇതിൻ്റെ അത് ഉൾപ്പെടുത്താനുള്ള ശ്രമമൊന്നും അവരെല്ലാം ഭാഗമാണല്ലോ. സംഘടനകളെല്ലാം ഞങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു, ഗവൺമെൻറ് വിളിച്ചു ചേർത്തിരുന്നു. DYFI കാര്യമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളൊരു സംഘടനയാണ്. തുറന്നും ഈ സംഘടനകളെല്ലാം ഇതിൽ കക്ഷി രാഷ്ട്രീയവും കാണുന്നില്ല. ബ്രൂവറി വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാടെടുത്ത്, പക്ഷേ ഈ സർക്കാർ ഈ ഡ്രൈ ഡേ പിൻവലിക്കുന്നതിൽ ആരെയാണ് ഭയക്കുന്നത്? കാരണം ടൂറിസം രംഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം കേരളത്തിൽ ഇനി പ്രതീക്ഷയോടെ നോക്കിക്കാണാവുന്ന ഒരു രംഗമാണ് ടൂറിസം. ഇപ്പോൾ ഇവിടെ വരേണ്ട പല മീറ്റിങ്ങുകളും കോൺഫറൻസുകളും ഒക്കെ ശ്രീലങ്കയിലേക്ക് പോകുന്നുണ്ട്. ഈ ഡ്രൈ ഡേ കൊണ്ട് എന്ത് പ്രയോജനമാണ്? അത്തരം കാര്യങ്ങളെല്ലാം സമൂഹത്തിൽ ആകെ ഒരു ചർച്ച വരട്ടെ. ഇപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുന്നത് പോലെ പൊതുവിലൊരു ചർച്ച വരട്ടെ. ഒരു കാര്യത്തിൽ സംശയം വേണ്ട, ടൂറിസം കേരളത്തിൻ്റെ ഒരു വലിയ സാധ്യതയാണ്. ആ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാവേണ്ടതാണ്. പിന്നെ ഇതാണല്ലോ കേരളത്തിൻ്റെ സ്ഥിതി. ഒരു 600 കോടി രൂപയുടെ ഒരു നിക്ഷേപം സാധാരണഗതിയിൽ നോക്കിയാൽ കേരളത്തെ സംബന്ധിച്ച് ഒരു 600 കോടി പദ്ധതി എന്ന് പറഞ്ഞാൽ എത്രയോ പദ്ധതികൾ വരുന്നു, അതിലൊന്നാണ്. അതിന് വേണ്ടിയിട്ട് അതൊന്ന് വിശദീകരിക്കാൻ എത്ര തവണ എത്ര സമയം ചെലവഴിക്കേണ്ടി വരുന്നു, എത്ര തവണ അതിന് വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവും. എന്നിട്ട് ഇതേ കൂട്ടർ തന്നെ എന്ത് പറയും? ആരെങ്കിലും ഇവിടുന്ന് പോയാൽ ഇവിടെ നിക്ഷേപം നടത്താൻ സാധ്യമല്ല എന്ന് പറയും. ഒരേ സമയം ഈ വേട്ടക്കാരനോടൊപ്പം ഓടുകയും ഇരയോടൊപ്പം കരയുകയും ചെയ്യുന്ന കാപട്യമുണ്ടല്ലോ, അതതിൻ്റെ പാരമ്യത്തിലാണ് കേരളത്തിൽ. അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. അല്ലല്ല, ഈ സമൂഹം എന്നും ഇപ്പം ഡ്രൈ ഡേ വേണമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം എക്കാലത്തും ഉണ്ടാവും. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളടക്കം അതിനെ എതിർക്കും. പക്ഷേ അതിനെ ഒരു ആർജവം കാണിക്കേണ്ടായിരിക്കും. ഒരു ദിവസം ഡ്രൈ ഡേ വെച്ചുകൊണ്ട് കേരളത്തിൽ വിമുക്ത നേടാൻ പറ്റുമോ? അതിൽ കുറച്ചുകൂടെ ഒരു ആർജവം ഈ കാര്യത്തിൽ പിന്നോട്ടില്ല, മുന്നോട്ടാണ് എന്ന് പറയുന്ന ആർജവം എന്തുകൊണ്ടാണ് ഈ സർക്കാർ കാണിക്കുന്നത്? സർക്കാർ യാഥാർത്ഥ്യബോധത്തോടെയാണ് ഓരോ കാര്യങ്ങളെയും കാണുന്നത്. അപ്പോൾ എല്ലാ കാര്യവും ഇപ്പോൾ ഒറ്റയടിക്ക് ചെയ്യുക എന്നുള്ളതല്ല. ഇത് കുറേ കാലമായതുകൊണ്ടാണ്. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ, ചിന്തകൾ ഉയർന്നു വരുമ്പോൾ നമുക്ക് നോക്കാം. അടുത്ത മദ്യനയത്തിൽ അത് ചർച്ച ചെയ്യൂ. മദ്യനയം വരാൻ പോകുന്നേ ഉള്ളൂ. മദ്യനയത്തിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ താങ്കൾ ഈ എക്സൈസ് വകുപ്പിൻ്റെ ഈ ഇത്തരം വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞാണ് ഇപ്പം പല ദിവസങ്ങളും താങ്കളുടെ സമയം നഷ്ടപ്പെടുന്നത്. പക്ഷേ താങ്കൾ വലിയൊരു കാര്യം വേറൊരു വശത്തൂടെ താങ്കളുടെ മറ്റൊരു വകുപ്പിൽ ചെയ്യുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ. മാലിന്യമുക്ത കേരളം, അതിൻ്റെ പുരോഗതി എവിടെ എത്തി? അത് നല്ല നിലയിൽ പുരോഗമിക്കുന്നു. യഥാർത്ഥത്തിൽ മന്ത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സമയം വിനിയോഗിച്ച കാര്യം അതാണ്. ഏറ്റവും കൂടുതൽ സമയം വിനിയോഗിച്ച വകുപ്പ് തദ്ദേശ വകുപ്പാണ്. എക്സൈസിന് വളരെ കുറച്ച് സമയമേ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടി വന്നു. വിവാദങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ. അതെ, ബാക്കി കാര്യങ്ങൾ അല്ല, എക്സൈസിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ നന്നായി. അത്തരം കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക എന്ന തദ്ദേശ സ്ഥാപനം എന്ന് പറഞ്ഞാൽ 1200 എണ്ണമാണ്. കാരണം ബജറ്റിൻ്റെ ഏതാണ്ട് 40% വരുന്നത്. അപ്പം അതിൽ തന്നെ ഏറ്റവും ഊന്നൽ കൊടുത്തൊരു മേഖല മാലിന്യ സംസ്കരണത്തിൻ്റെതാണ്. നല്ല പുരോഗതി ഉണ്ടായി. വെല്ലുവിളി എന്താണ്? വെല്ലുവിളി ജനങ്ങളുടെ മനോഭാവത്തിൽ അതിനനുസരിച്ച് മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല. ഫെസിലിറ്റീസ് കൂടി. ഇപ്പോൾ നോക്കുമ്പോൾ ബ്രഹ്മപുരത്തിൽ നിന്നാണല്ലോ വലിയൊരു ചർച്ച വന്നത്. പഴയ ബ്രഹ്മപുരം അല്ല ഇപ്പോൾ. ബ്രഹ്മപുരത്തിൻ്റെ ബയോമൈനിങ് വലിയ തോതിൽ മാറി. CBG പ്ലാന്റ് 100 കോടിയുടെ ഇപ്പോൾ മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതോടെ തീരുന്നില്ല, ബ്രഹ്മപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ ഏതാനും മാസങ്ങൾക്കകം പൂർത്തിയാവുകയാണ്. അപ്പം അങ്ങനെയുള്ള ഫെസിലിറ്റി ധാരാളം കേരളത്തിൽ കൂടി. ഞാൻ ഓരോന്നായിട്ട് സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. കേരളത്തിൽ താഴെത്തട്ട് മുതൽ ഈ സംവിധാനങ്ങൾ ഹരിതകർമ്മസേന വഴിയുള്ള ഡോർ ടു ഡോർ കളക്ഷൻ 90% കൈവരിച്ചു കേരളത്തിൽ. 90%. പിന്നെ മിനി MCF ഓരോ വാർഡിലുള്ളതാണ്. അത് കേരളത്തിൽ 7500 ഉണ്ടായിരുന്നു, ഇപ്പോൾ 19,000-ലധികമായി. MCF എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വന്നു. RRFകളുടെ എണ്ണം ഇരട്ടിയായി. ക്ലീൻ കേരള കമ്പനി വഴി സംഭരിക്കുന്ന മാലിന്യത്തിൻ്റെ അളവ് 3 ഇരട്ടിയായിട്ട് കൂടി. അവരുടെ സംഭരണ
ത്തിൻ്റെ സ്ഥലം, ഗോഡൗണുകളുടെ വലിപ്പം അത്രത്തോളം അതും വർദ്ധിപ്പിക്കാനായി. അങ്ങനെ വലിയ തോതിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാനായി. പക്ഷേ ഇപ്പോഴും റോട്ടിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത വലിയ തോതിൽ കുറഞ്ഞിട്ടില്ല. അതിന് നിയമം ഭേദഗതി ചെയ്തു, ഫൈൻ കർശനമാക്കി, വെള്ളത്തിൽ മാലിന്യം പറഞ്ഞാൽ നോൺ ബെയിലബിൾ ഒഫൻസാക്കി, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ശീലത്തിൽ നിന്ന് എല്ലാവരും മുക്തരായിട്ടില്ല. അതുകൊണ്ട് വലിച്ചെറിയൽ വിരുദ്ധ അല്ലെങ്കിൽ വലിച്ചെറിയൽ മുക്ത കേരളം എന്നൊരു മുദ്രാവാക്യമാണ് ഈ ക്യാമ്പയിൻ്റെ അവസാന 2 മാസങ്ങളിൽ സർക്കാർ ഇത് എന്നാണ് ഇത് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചത്? മാർച്ച് 30 ഈ മാർച്ച് 30 അതിനുള്ളിൽ മാലിന്യമുക്ത കേരളം എന്നുള്ളതാണ് എന്ന ലക്ഷ്യം കൈവരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ പടമൊക്കെ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംവിധാനമുണ്ട്. അതായത് മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ പടം, വലിച്ചെറിയുന്ന കുറ്റം ചെയ്ത ആളെ കണ്ടെത്താൻ പറ്റുന്ന തരത്തിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ വണ്ടി നമ്പർ കിട്ടിയാൽ മതി. 9446700800 ആ നമ്പറിലേക്ക് കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ അയക്കാം. ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് 10,000 രൂപ പിഴ ചുമത്തി ഫോട്ടോ അയച്ചു തന്ന ആൾക്ക് 2,500 രൂപ കൊടുക്കും, പാരിതോഷികം കൊടുക്കും. അങ്ങനെ ആ രീതിയിലും ചെയ്യുന്നുണ്ട്. എന്തായാലും അത് വളരെ അഭിനന്ദനാർഹമായ പരിപാടിയാണ്. ഇപ്പോൾ വ്യവസായങ്ങൾ വരുന്നില്ല ഇപ്പം എന്നുള്ളൊരു ആക്ഷേപം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ താങ്കളുടെ വകുപ്പല്ല വ്യവസായമെങ്കിലും ഒരുപാട് മാറ്റം അക്കാര്യത്തിൽ വന്നില്ലേ? തീർച്ചയായിട്ടും വലിയ മാറ്റം വന്നല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഒയാസിസ് ഒക്കെ പോലുള്ളവർ കേരളത്തിലേക്ക് വരാൻ തയ്യാറാവുന്നത്. ഇപ്പോൾ ഒയാസിസ് മാത്രമല്ലല്ലോ, പ്രധാനപ്പെട്ട ആഗോള നിക്ഷേപകരെല്ലാം കേരളത്തിലേക്ക് വരാൻ തയ്യാറാവുന്നു. കേരളത്തിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് വലിയ കുതിച്ചുചാട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. സംരംഭക വർഷം വ്യവസായ വകുപ്പും തദ്ദേശ വകുപ്പും ചേർന്ന് നടപ്പാക്കിയതാണ്. 1 ലക്ഷം ടാർഗറ്റ് ചെയ്തെടുത്ത് 1,39,000 സംരംഭം നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ വലിയ മാറ്റം കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അട്ടിമറിക്കുക എന്ന ഉദ്ദേശം കൂടി ഇത്തരം വിവാദങ്ങൾക്കുണ്ട്. ഇവിടെ നമ്മൾ വളരെ വിചിത്രമായൊരു കാര്യം കേരളത്തിൽ കാണാം. ആരെങ്കിലും ഇവിടെ നിക്ഷേപം നടത്താൻ വന്നാൽ അത് വിവാദമാക്കി നിക്ഷേപകരെ ഓടിക്കുകയും ആരെങ്കിലും ഇവിടുന്ന് പോയാൽ അതിനെ ആഘോഷമാക്കി പൊലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വൈകൃതം കേരളത്തിൽ മാത്രം കാണുന്ന ഒന്നാണ് അല്ലേ? അല്ല, അത് വസ്തുതയിൽ ഓരോരുത്തരും മാറി മാറി ഭരിക്കുമ്പോൾ ആ രീതി വരുന്നതല്ലേ? അല്ലല്ല, മാറി മാറി ഭരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറയാം, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് നാഷണൽ ഹൈവേ 45 മീറ്റർ വേണമെന്നുള്ള നിലപാടെടുത്തത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റുക? ഗെയിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത് വേണം എന്ന നിലപാടെടുത്തതാണ്. എന്നിട്ടും ഇവർക്ക് ചെയ്യാൻ പറ്റിയില്ല. പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ഉണ്ടായിട്ടും ചെയ്യാതിരുന്നവരാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്. ഞങ്ങൾ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ അത് രണ്ടും യാഥാർത്ഥ്യമാക്കിയില്ലേ? അതാണ് നിലപാടെന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒന്ന്, ഭരണപക്ഷത്തിരിക്കുമ്പോൾ വേറൊന്നെന്നുള്ള അവസരവാദമില്ല. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളില്ല. എങ്ങനെയുണ്ട് അതിൻ്റെ ഈ പ്രവർത്തനം? പദ്ധതികൾ വിഹിതമൊക്കെ ചെലവഴിക്കുന്ന കാര്യത്തിലുമല്ല അത് നമുക്ക് നല്ല നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അടുത്ത വലിയ ഉത്തരവാദിത്തങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങളെ ഗവൺമെൻറ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഭംഗിയായി നിറവേറ്റുന്നു. പതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് മാറാൻ പോവാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ മികച്ച പ്രവർത്തനം അതിലുണ്ട്. മാലിന്യമുക്തം ഞാൻ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായിട്ട് മാറുന്നതിൻ്റെ പടിവാതിൽക്കലാണ് കേരളം നിൽക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മുഴുവൻ തദ്ദേശ സേവനങ്ങളും ഓൺലൈനാവുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ് ഏപ്രിൽ 1. ഇപ്പോൾ മുനിസിപ്പാലിറ്റികളിൽ ഏത് കാര്യം വരുമ്പോഴും നമുക്ക് ഈ കാര്യം കാണാം. അതായത് എതിർക്കുക, അന്ധമായിട്ട് എതിർക്കുക. കെ സ്മാർട്ട് വന്നപ്പോൾ എന്ത് അന്ധമായ എതിർപ്പായിരുന്നു, എത്രമാത്രം നെഗറ്റീവായ വാർത്തകളായിരുന്നു, അന്ന് എത്ര വിശദീകരണം കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ കെ സ്മാർട്ട് ഗംഭീരമാണ് എന്ന് എതിർത്തവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതാ ഞങ്ങൾ ഏപ്രിൽ മുതൽ അത് കേരളത്തിലാകെ വ്യാപിപ്പിക്കുകയാണ്. കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനത്തിലെയും ഏത് സേവനവും കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ലോകത്ത് വിടരുന്ന് നേടാം. ഇന്ത്യയിൽ മാറി. നഗരസഭകളിപ്പോൾ മാറിയല്ലോ, പഞ്ചായത്തുകൾ മാറാൻ പോവാണ്. ഇത് ഒരു ദേശീയ തലത്തിൽ തന്നെ മികച്ച മാതൃകയായിട്ട് അംഗീകരിക്കപ്പെട്ടു. ഇപ്പോൾ കർണാടക ഞങ്ങളായിട്ട് കേരളമായിട്ട് അഗ്രിമെൻ്റ് വെച്ചില്ലേ, ധാരണാപത്രം ഒപ്പുവെച്ചു ഇതവിടെ നടപ്പാക്കാൻ. മറ്റ് സംസ്ഥാനങ്ങളും കേരളത്തെ സമീപിച്ചിരിക്കുകയാണ്, ഐക്യമേനെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക ചർച്ച ചെയ്യപ്പെടുന്ന ഈ ബ്രൂവറി വിവാദം, അത് കേരളത്തിലേക്കുള്ള വ്യവസായം അല്ലെ മുതൽ മുടക്കാൻ വരുന്നവരെ പിന്തിരിപ്പിക്കുന്ന കൂടെ ആവത്തില്ലേ? അതിനുദ്ദേശിച്ചുകൊണ്ടാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന്. എന്ത് വന്നാലും മുന്നോട്ട് തന്നെ പോവാണ്. തീർച്ചയായിട്ടും. കാരണം ഇത് നിക്ഷേപം വ്യവസായം എന്നത് കേരളത്തിൽ വരേണ്ടതുണ്ട്. അതിനെതിരായിട്ടുള്ളൊരു സന്ദേശം കൊടുക്കാനാണ് ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഭാവിക്കും കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കും വിനാശകരമായിരിക്കും. കേരളത്തിൽ മുതൽ മുടക്കാനാവില്ല, കേരളത്തിൽ നിക്ഷേപിക്കാൻ ആവില്ല, വിവാദം കൊണ്ട് നിക്ഷേപകരെ ഓടിക്കും എന്ന സന്ദേശം വിജയിക്കാൻ അനുവദിക്കില്ല. നിയമാനുസൃതമുള്ള അപേക്ഷകളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയും ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, ലക്ഷ്മി ഹെബ്ബർക്കറോട് ഒരു അപേക്ഷ തരാൻ പറയും. അവരുടെ മന്ത്രിയാണല്ലോ, കോൺഗ്രസിൻ്റെ സ്പിരിറ്റ് കമ്പനി ഉടമയല്ലേ, അവർ കേരളത്തിൽ അപേക്ഷ തരട്ടെ. നിയമാനുസൃതമാണോ ഈ നേരത്തെ പറഞ്ഞ
OSSന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ എല്ലാ നിയമവും ചട്ടവും പാലിച്ചുകൊണ്ട് അവർക്കും അനുമതി കൊടുക്കാൻ തടസ്സമില്ലെന്നേ. ഇല്ല, തടസ്സമില്ലെന്ന്. അന്നേരം മുന്നോട്ട് തന്നെ. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ശുപാർശക്കത്തുമായിട്ട് അപേക്ഷയായിട്ട് വരാം, വിരോധമൊന്നുമില്ല. അപ്പോൾ മുന്നോട്ട് തന്നെ. എല്ലാ ആശംസകളും. താങ്ക് യു.